മഞ്ജുഷ്, ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു വരുന്നതേയുള്ളൂ. കാരണം കോടതിയിൽ ഹാജരാക്കിയ ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ശേഷം പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദിലീപിൻ്റെ അഭിഭാഷകനും മാത്രമായിരുന്നു അകത്തുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു വരുന്നതേയുള്ളൂ. എന്തായാലും ഈ ഒരു സംഭവത്തിൽ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പോലീസ് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിലീപിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളും, അതായത് ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഏൽപ്പിച്ചത്, അതുപോലെ തന്നെ ദിലീപിനും പൾസർ സുനിയുമായുള്ള ബന്ധം, അതുപോലെ തന്നെ ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്തതിനെല്ലാം ഉള്ള തെളിവുകൾ എല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും റിമാൻഡ് റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്തായാലും കൃത്യമായ തെളിവുകളോടുകൂടി, കൃത്യമായ ആസൂത്രണത്തോടുകൂടി, കൃത്യമായ ഒരു കണക്കുകൂട്ടലുകളോടുകൂടിയായിരുന്നു ഈ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതെല്ലാം ഇടപെടുകയാണ്. ബിനിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, പൾസർ സുനി ലക്ഷ്യയിൽ എത്തിയതിന്റെ ദൃശ്യം പോലീസിന് കിട്ടിയിരുന്നു. ഇത് വലിയൊരു തെളിവായി. പൾസർ സുനിക്ക് ലക്ഷ്യയിൽ വെച്ച് പണം കൈമാറി ഈ ദൃശ്യങ്ങളും ഉണ്ട് എന്നാണല്ലോ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. അങ്ങനെയെങ്കിൽ ആര് പണം കൈമാറി? ഇതേക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ടല്ലോ. ഇതുവരെ കിട്ടിയ തെളിവുകൾ, ദിലീപിന്റെ അറസ്റ്റിലേക്ക് നയിച്ച തെളിവുകൾ എങ്ങനെയാണ് റിപ്പോർട്ടിൽ പോലീസ് സൂചിപ്പിച്ചിട്ടുള്ളത്? ബിനിൽ കേൾക്കാമോ? കൃത്യം നിർവഹിച്ച ശേഷം പൾസർ സുനി കാവ്യ മാധവന്റെ വസ്ത്രശാലയായ കാക്കനാട്ടെ ലക്ഷ്യയിൽ എത്തിയതിന്റെ നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. അവിടെ വെച്ച് ലക്ഷ്യയിൽ വെച്ച് പൾസർ സുനിക്ക് പണം കൈമാറുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഈ ദൃശ്യങ്ങളുടെ സ്ഥിരീകരണം ഉണ്ടായപ്പോഴാണ് പോലീസിന് നിർണായകമായ വിവരങ്ങൾ കിട്ടിയത്. പോലീസ് കാവ്യ മാധവന്റെ വീട്ടിലും പരിശോധനയ്ക്കായി എത്തിയിരുന്നു. സമീപത്തെ CCTVയിലെ ദൃശ്യങ്ങളാണ് പോലീസിന് ഇങ്ങനെയൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സഹായകരമായത്. ഇപ്പോൾ MS ലിഷോയ് ചേരുന്നു. ലിഷോയ്, എന്തെല്ലാം മറ്റു വിവരങ്ങൾ പോലീസ് കോടതിയെ അറിയിച്ചതായി നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്? തീർച്ചയായും മഞ്ജുഷ് പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്യയിൽ പൾസർ സുനി എത്തിയ വിവരങ്ങൾ കൃത്യമായും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ലക്ഷ്യയിൽ എത്തുകയും പണം കൈമാറുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നതായി CCTVയിൽ നിന്നും ദൃശ്യങ്ങൾ വെളിവായിട്ടുണ്ട്. ഈ ഒരു ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട്. നമുക്ക് നേരത്തെ ലഭിച്ചിരുന്ന ഈ CCTV ഫുട്ടേജുകളിൽ നിന്നും മുൻപ് നടന്നിരുന്ന പല കാര്യങ്ങളും മാച്ചു കളഞ്ഞിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ചില പ്രത്യേക ഡേറ്റുകൾക്ക് മുൻപ് ഉള്ള ദൃശ്യങ്ങൾ മാച്ചുകളഞ്ഞ ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷമാണ് ഹാർഡ് ഡിസ്ക് വീണ്ടും അതിൽ നിന്ന് ഡാറ്റകൾ വീണ്ടും എടുക്കുന്ന, അതായത് വീണ്ടെടുക്കുന്ന ഒരു പ്രവൃത്തിയിലൂടെ തന്നെയാണ് ഈ ഒരു ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ശാസ്ത്രീയമായ ഒട്ടനവധി പരിശോധനകൾക്ക് ശേഷമാണ് ലക്ഷ്യയിൽ വെച്ച് ഈ പണം കൈമാറിയത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷ്യയിലും പോലീസ് കൃത്യമായ പരിശോധന നടത്തിയിരുന്നു. ഇവിടുത്തെ പണ ഇടപാടുകൾ സംബന്ധിച്ചും കൃത്യമായ പരിശോധന പോലീസ് നടത്തിയിരുന്നു. ഇതിൽ നിന്നെല്ലാം തന്നെ പൾസർ സുനിക്ക് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ദിലീപിനെ ഈ ഒരു കേസിൽ പങ്ക് കൃത്യമായി വെളിവാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിച്ചത്. അതുപോലെ തന്നെ ദൃശ്യങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസ് കൃത്യമായ ഒരു വിവരം നൽകുന്നില്ലെങ്കിൽ പോലും CCTV ദൃശ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പണം കൈമാറിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ലക്ഷ്യയിൽ വെച്ച് നടന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ആയിരിക്കുന്നു. പൾസർ സുനിക്ക് ദിലീപുമായും അതുപോലെ തന്നെ കാവ്യ മാധവനുമായും കൃത്യമായ ബന്ധം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ തന്നെയാണ് ലക്ഷ്യയിൽ പൾസർ സുനി എത്തിയത് എന്ന് നമുക്ക് കൃത്യമായി അനുമാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൊട്ടേഷന്റെ വിവരങ്ങൾ പോലീസ് എങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ എന്നാണല്ലോ പോലീസ് പറയുന്നത്. അതുപോലെ തന്നെ പൾസർ സുനിയുടെ സിനിമയ്ക്കായി ദിലീപ് ഡേറ്റ് നൽകിയിരുന്നുവെന്നും, അതായത് പൾസർ സുനിയും ദിലീപുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും പോലീസിന് കിട്ടിയിരുന്നു. പൾസർ സുനിയും ദിലീപുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് പോലീസ് സ്ഥാപിച്ചെടുത്തിരിക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് നടത്തിയ എല്ലാവിധ നീക്കങ്ങളും വളരെ കൃത്യമായി
തീർച്ചയായും ആദ്യഘട്ടത്തിൽ പൾസർ സുനിയെ തനിക്ക് അറിയില്ല എന്നുള്ളൊരു വാദമായിരുന്നു ദിലീപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ആ വാദങ്ങൾ പൊളിച്ചടക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഇതോടുകൂടിയാണ് എല്ലാ വാദങ്ങളും പൊളിഞ്ഞ് ദിലീപിന് കുറ്റം സമ്മതിക്കേണ്ട അല്ലെങ്കിൽ ഈ ഒരു പൾസർ സുനിയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്ക് ചെന്നെത്തിച്ചത്. പൾസർ സുനി ദിലീപിൻ്റെ ലൊക്കേഷനുകളിൽ സ്ഥിരമായി എത്തിയിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഫോട്ടോ സഹിതം പോലീസിന് ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള തെളിവുകൾ മാധ്യമങ്ങളിലൂടെയും മാതൃഭൂമി ന്യൂസിലൂടെയും പുറത്തുവിട്ടിരുന്നു. അത്തരത്തിൽ എല്ലാ തെളിവുകളും അതുപോലെ തന്നെ ഫോൺ കോളുകൾ, ഈ സാൻഡ്വിച്ച് കോളുകൾ ഉൾപ്പെടെ ഇവർ വിളിച്ചതിൻ്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഒരാൾ പൾസർ സുനിയെ ദിലീപ് വിളിച്ചതിന് കൃത്യമായ തെളിവുകൾ ലഭിക്കാതിരിക്കാൻ മറ്റൊരാൾ മുഖേന ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന രീതി സാൻഡ്വിച്ച് കോൾ ഉപയോഗിച്ച് ഇവർ തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നു എന്ന കാര്യത്തിലും കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൃത്യമായും ദിലീപിനെ കൊടുക്കുന്നതിന് വേണ്ടി പോലീസിന് കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ ഫോൺ വിളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദിലീപിൻ്റെ പല സിമ്മുകൾ ഉൾപ്പെടെ, അതായത് 1ഉം 2ഉം നമ്പറുകളല്ല, പല നമ്പറുകൾ ദിലീപിന് ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ നമ്പറുകളുടെ എല്ലാം വിശദമായ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ വരുന്ന ഫോൺ കോളുകൾ ആരുടെയാണ്, ഏതെല്ലാം ടവർ ലൊക്കേഷനുകളിൽ നിന്നായിരുന്നു ഈ ഫോൺ കോളുകളെല്ലാം വന്നിരുന്നത്, ഇതെല്ലാം പൾസർ സുനിയുമായും അതുപോലെ തന്നെ ആക്രമിക്കപ്പെട്ട നടിയുമായും ഏതെല്ലാം തരത്തിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിലും സിനിമാ മേഖലയിൽ ആർക്കെല്ലാം ഇക്കാര്യത്തിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിലും കൃത്യമായ അന്വേഷണം പോലീസിന് നടത്താൻ സാധിച്ചിട്ടുമുണ്ട്. ഈ ഫോൺ കോളുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് ദിലീപിനെ കൊടുക്കാനായി പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും മറ്റ് തെളിവുകളെല്ലാം തന്നെ ക്രോഡീകരിച്ച ശേഷമാണ് ഒടുവിൽ ദിലീപിനെ ചോദ്യം ചെയ്തത്. എല്ലാ തെളിവുകളും മുന്നിൽ വെച്ചുകൊണ്ട് നിരത്തിയാണ് ദിലീപിനെ ചോദ്യം ചെയ്തത്. ആ ഒരു ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയല്ലാതെ മറ്റു വഴികൾ ദിലീപിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം കോടതിയെ വ്യക്തമായും പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്തായാലും ലക്ഷ്യയിൽ പോയതും അതുപോലെ തന്നെ പൾസർ സുനിയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യവും കൃത്യമായി പോലീസിന് കോടതിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും പണം കൈമാറി പോലീസ് ക്ലബിൽ വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്തത്. തെളിവുകൾ നിരത്തി തന്നെയായിരുന്നു ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലിനിടെ ദിലീപ് പൊട്ടിക്കരയുകയുമുണ്ടായി. മകളെയും ബന്ധുക്കളെയും കാണണമെന്ന് ദിലീപ് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ലിഷോയ് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കുമ്പോൾ ലിഷോയും ഉണ്ടായിരുന്നുവല്ലോ കോടതിയിൽ. അപ്പോൾ ദിലീപ് എങ്ങനെയാണ് പെരുമാറിയത്? ജയിലിലേക്ക് അയക്കരുത് എന്ന ഒരു അഭ്യർത്ഥന ദിലീപ് കോടതിക്ക് മുന്നിൽ വെച്ചിരുന്നോ? ദിലീപിൻ്റെ അഭിഭാഷകൻ കൃത്യമായും ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഈ കൃത്യമായ തെളിവുകൾ പോലീസ് മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ ജയിലിൽ പോകും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു. എങ്കിലും ഇതിനെ പ്രതിരോധിക്കാൻ പലതവണ ശ്രമിച്ചിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം കൃത്യമായ തെളിവുകൾ പോലീസിൻ്റെ പക്കൽ ഉണ്ടെങ്കിൽ പോലും ചില ആനുകൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കുടുക്കിയതാണ് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദിലീപ് പറയുകയുണ്ടായി. അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ജയിലിലേക്ക് അയക്കരുത് എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനൊന്നും കൂട്ടാക്കാതെ, അതിനൊന്നും വഴങ്ങാത്ത രീതിയിലായിരുന്നു, കൃത്യമായ തെളിവുകളോട് കൂടിയായിരുന്നു ദിലീപിനെ അവിടെ ഹാജരാക്കിയത്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ദിലീപിൻ്റെ ശരീരഭാഷ വളരെ കൂളായ ഒരു കൃത്യമായ ഒരു വളരെ താൻ നിരപരാധിയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ശരീരഭാഷയായിരുന്നു ദിലീപ് പുറത്തിറങ്ങിയ ശേഷം, അതായത് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി വണ്ടിയിൽ കയറുന്നതുവരെ ആളുകളോട് ചിരിച്ച് സംസാരിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ മാധ്യമങ്ങളോടും ചിരിച്ച് സംസാരിക്കുന്ന രീതിയിലാണ് ദിലീപ് പ്രവർത്തിച്ചത്. നമുക്കറിയാം വളരെ നല്ല ഒരു മികച്ച നടനാണ് ദിലീപ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ എളുപ്പത്തിൽ അദ്ദേഹത്തിന് കഴിയുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു ശരീരഭാഷ കോടതിക്കകത്ത് ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്ന സമയത്ത് മറ്റൊരു തരത്തിലും, അതുപോലെ തന്നെ പുറത്ത് ആളുകൾക്കിടയിലും മാധ്യമങ്ങൾക്കിടയിലും വരുമ്പോൾ മറ്റൊരു തരത്തിലുമാകാൻ ദിലീപിന് കഴിയുന്നത്. എന്തായാലും ജനപ്രിയ നടൻ എന്നുള്ള ഒരു പേര് ചാർത്തി കൊടുത്ത ജനം തന്നെ ഈ നടനെ കുറ്റവാളി എന്ന ഒരു പേരോടുകൂടി വിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്നും. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. അങ്കമാലി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ദിലീപിനെ ഹാജരാക്കിയത് രാവിലെ
6:45 കൂടിയാണ്. കോടതി നടപടികൾ ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ പൂർത്തിയാവുകയായിരുന്നു. അതിനുശേഷമാണ് ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് അയച്ചത്. 14 ദിവസത്തേക്ക് ദിലീപിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ആലുവ സബ് ജയിലിൽ പ്രത്യേക സൗകര്യമൊന്നും ദിലീപിന് ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ മറ്റ് തടവുകാരോടൊപ്പം താമസിപ്പിക്കരുത് എന്ന നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. ആക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് കോടതി ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദിലീപിന് വേണ്ടി ജാമ്യാപേക്ഷ ഇതിനകം തന്നെ അങ്കമാലി മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിക്കഴിഞ്ഞു. പക്ഷേ നാളെയേ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയുള്ളൂ. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം.